സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. തുവൂരിൽ ഫർണിച്ചർ ശാലയ്ക്ക് തീപിടിച്ചു. മരഉരുപ്പിടികളും ഫർണിച്ചറുകളും കത്തിനശിച്ചു. ചീരംപുത്തൂർ വാസുദേവന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡാണ് കത്തിനശിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 1:30 മണിക്കായിരുന്നു സംഭവം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാകാമെന്നാണ് നിഗമനം. തുവൂരിൽ ഫർണിച്ചർ ശാലയ്ക്ക് തീപിടിച്ചു. മര ഉരുപ്പടികളും ഫർണിച്ചറുകളും കത്തിനശിച്ചു. ചീരംപുത്തൂർ വാസുദേവന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡാണ് കത്തിനശിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 1:30 മണിക്കായിരുന്നു സംഭവം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണെന്ന് നിഗമനം. തീയും വെളിച്ചവും കണ്ട് സമീപവാസികൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഫർണിച്ചറുകളും മെഷീനുകളും പൂർണ്ണമായും കത്തിനശിച്ചു. 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമകൾ പറഞ്ഞു. മുഴുവൻ കത്തി നശിച്ചു. മെഷീനറി ഫുള്ളായിട്ട് നശിച്ചു. കണ്ടമാനം ഒരു 4-5 ലക്ഷത്തിൻ്റെ അടുത്ത് നഷ്ടം ഉണ്ടാവും. വീട് ഇവിടെ മരം ഫർണിച്ചർ ഉണ്ടാക്കാനുള്ള മരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതേമാതിരി ഇവിടെ ടൂൾസിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ നശിച്ചു. അപ്പുറത്തൊരു ബോക്സ് ഉണ്ടായിരുന്നു, അത് നശിച്ചു. ടൂൾസൊക്കെ നശിച്ചു. മെഷീനറി കംപ്ലീറ്റ് ഇതാ പ്ലെയിനർ ആകെ കരിഞ്ഞു പോയി. അതിന് 3 ഫേസ് മോട്ടർ എല്ലാം പോയി. ഒരു 4-5 ലക്ഷം റുപ്യ. ഇനിയിപ്പോൾ ഇത് ആദ്യത്തിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ഇനി ഒന്നും വന്ന് തുടങ്ങിയിട്ട് വേണം. സംഭവം അറിഞ്ഞ ഉടൻ എത്തിയ കരുവാരകുണ്ട് പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ അണച്ചു. 40 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഫർണിച്ചർ സ്ഥാപനമാണിത്. ഏകദേശം 987 40 വർഷമായി നമ്മുടെ ആസാരി സുഗു എന്ന് പറഞ്ഞ എടപ്പറ്റ സ്വദേശിയായിരുന്നു. അദ്ദേഹമാണ് ഇവിടെ ഈ ഷെഡ് സ്ഥാപിച്ച് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഇത് വളരെ ഭംഗിയായി കൊണ്ടു നടക്കുന്ന ഒരു ഷെഡായിരുന്നു. ഏകദേശം മെഷീനറികളും അതുപോലെ മറ്റു ഫർണിച്ചറും ഇന്നലെ നാളെ പിന്നെ അടുത്ത ആഴ്ച ഒരു കുടിരിക്കലിനുണ്ടാക്കിയ ഫുള്ള് ഫർണിച്ചർ ഇന്നലെ രാത്രി 1:30 മണിക്ക് കത്തുന്നതാണ് ആളുകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ അവർ കരുവാരൂർ പോലീസ് വിവരം അറിയിച്ചു. പോലീസ് ഓടിയെത്തി. അപ്പോൾ തന്നെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് വന്നാണ് ഈ തീ കെടുത്തത്. ഏകദേശം ഒരു 3 ലക്ഷത്തോളം രൂപയോളം ഈ പാവങ്ങൾക്ക് ഇതിന് നഷ്ടം ഉണ്ടാവും. ഇവിടെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജോലി ചെയ്ത് വൃത്തിക്ക് വേണ്ടി ദിവസം ജോലി ചെയ്യുന്ന ആളുകളാണ്. ഷെഡിന്റെ മേൽക്കൂരയും തകർന്നിട്ടുണ്ട്. വില്ലേജ് അധികാരികളും സംഭവസ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തുവൂർ. കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.